കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മുടി വെട്ടാൻ വന്നേക്കാം. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഉണ്ട്. നീ ഇങ്ങനെ ചിരിക്കാൻ അവന് ചിരി. ഞാൻ തന്നെ എൻ്റെ മുടി വെട്ടാറ്. ഇന്ന് ഞാൻ മുടി വെട്ടലും ഹെയർ കട്ടുണ്ട്, ഹെയർ സ്പാ ഉണ്ട്, എല്ലാത്തിനും കൂടി വന്നേക്കാം. കുറച്ച് കഴിയുമ്പോൾ അനുവും വരും മേടിച്ച് വെച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് വന്നേക്കാം. അവനുണ്ട് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അവനെ കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെയർ കട്ടിന് ശേഷം അന്ന് നിന്നെ കാണിക്കും. അപ്പോൾ ഹെയർ കട്ടിന് ശേഷം കാണാം. അപ്പം ഞങ്ങൾ പോയത് പനമ്പള്ളി നഗറിലെ ട്യൂസ്ഡേ സലൂൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ചെന്ന വഴിക്ക് തന്നെ അവർ ഹെയർ വാഷ് ചെയ്തു, സ്പാ ഇട്ടു. സ്പാ ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ട് സെറ്റിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ അനു ഇതേ അപ്പോഴേക്കും വന്നു കേട്ടോ. അനു അറ്റ് എ ടൈം അവിടെ ആൾക്കാർ കുറവായിരുന്നു. അപ്പോൾ ഞാൻ 3 o'clock അവൾ 3:30 വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്പാ ഇട്ടിരിക്കുന്ന സമയം കൊണ്ട് അനു വന്നു. അങ്ങനെ അനുവിൻ്റെ ഹെയർ വാഷ് ചെയ്തു. പിന്നെ നല്ല ഹെയർ മസാജായിരുന്നു. കുറേ നാൾക്ക് ശേഷം ചെയ്തുകൊണ്ട് നല്ലൊരു ആശ്വാസം കിട്ടി. അനുവും പറഞ്ഞു നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടി വെട്ടണ സമയത്ത് അനുവിൻ്റെ അവിടെ ഹെയർ വാഷ് നടന്നുകൊണ്ടിരിക്കുക, മസാജ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അപ്പോൾ 2 കൂട്ടരെയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഈ ഹിന്ദിക്കാരനാണ് വെട്ടിയത്, നന്നായിട്ട് വെട്ടി. എൻ്റെ ലെയർ കട്ടാണ് ചെയ്തത്. എനിക്ക് അത്ര അധികം മുടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 3 ലെയറേ കിട്ടിയുള്ളൂ. എന്നാലും അവൻ നന്നായിട്ട് ചെയ്തു. സെറ്റ് ചെയ്ത് വന്നപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പിന്നെ നമ്മൾ കെയർ ചെയ്യണതിനനുസരിച്ചിരിക്കും പിന്നെ മുടി കിടക്കണത്. എന്നാലും അവിടെ സെറ്റ് ചെയ്യണ പോലെ ആവില്ല. ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കില്ലേ. അപ്പോൾ കണ്ട സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓൾറെഡി ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതിൽ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ മുടി. അപ്പോൾ ഓൾറെഡി ഞാൻ ഇപ്പോൾ കളർ ചെയ്തിട്ടില്ല, മുമ്പ് ചെയ്തതാണ്. പക്ഷേ സ്പായൊക്കെ കഴിഞ്ഞോടുകൂടി നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണ്ടായിരുന്നു കളറ്. കുറേ പേര് ചോദിച്ചു ഇപ്പോൾ ചെയ്തതാണോ? അല്ല, ഇപ്പോൾ ചെയ്തതല്ല. അപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് അനു എടുത്തു തരായിരുന്നു കേട്ടോ. അനു വരുന്നതിന് മുമ്പ് അവനാണ് എനിക്കെല്ലാം എടുത്തു തന്നത്. ഇതേ കണ്ട. അപ്പം അനുവിന് കുറേ മുടി വളർന്നുണ്ടായിരുന്നു. മേടിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത്ത് കുറയ്ക്കണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ചോ, കാരണം അടിയിൽ വരുമ്പോഴേക്കും ഇങ്ങനെ തിന്നായിട്ടിരിക്കുകയായിരുന്നു. കണ്ട, നല്ല രസമല്ലേ ഇത്? ഞാനെടുത്ത ആംഗിൾ നല്ല രസമല്ലേ? നല്ല ഡോളുടെ പോലെ ഉണ്ടായിരുന്നു അനുവിനെ കാണാനായിട്ട്. പിന്നെ അനുവിൻ്റെ മുടി നല്ല തിക്കാട്ടോ, നമ്മുടെ പോലെയല്ല, നല്ല തിക്കാണുള്ള നല്ല മുടിയാണ്. മുടി കളർ ചെയ്തതൊക്കെ താഴ്ത്തായിരുന്നു, അത് വെട്ടിപ്പോൾ പോയി. ഞാൻ മുടി കളർ ചെയ്ത് സെറ്റാക്കണം. അങ്ങനെ ഞങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു സർവീസ്. എല്ലാം കൂടി 499 rupees ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവരുടെ പോസ്റ്റ് കണ്ടിട്ട് പോയതാണ്. ഭയങ്കര ലാഭമല്ലേ? ഹെയർ കട്ട് പ്ലസ് ഹെയർ സ്പാ പ്ലസ് ഹെയർ സെറ്റിംഗ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഒരു മേക്ക് ഓവർ ചെയ്തതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.